നമ്മുടെ രാജ്യം 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ ഇന്ത്യയിൽ നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിനെ പറ്റി ഒന്ന് പരിശോധിക്കാം. 1951-52 കാലഘട്ടത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് അഥവാ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അക്കാലത്ത് 21 വയസ്സിനും അതിനു മുകളിലുള്ളവർക്കുമായിരുന്നു വോട്ടവകാശം. അന്ന് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉണ്ടായിരുന്നില്ല. പകരം ബാലറ്റ് പേപ്പറിലായിരുന്നു വോട്ടർമാർ തങ്ങളുടെ സമ്മതിദാനാവകാശം നിയോഗിച്ചത്. ആദ്യ തിരഞ്ഞെടുപ്പിൽ 489 ലോക്സഭാ സീറ്റുകളിലേക്കായിരുന്നു മത്സരം. ഇപ്പോൾ അത് 543 ഉയർന്നിട്ടുണ്ട്. ആദ്യ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യയിൽ 17,32,00,000 പേർക്കായിരുന്നു വോട്ടവകാശം ഉണ്ടായിരുന്നത്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, ഡോക്ടർ BR അംബേദ്കർ, ജയപ്രകാശ് നാരായൺ, ശ്യാമപ്രസാദ് മുഖർജി തുടങ്ങിയവരായിരുന്നു അക്കാലത്ത് ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്തുണ്ടായിരുന്ന പ്രമുഖർ. 1951 ഇന്ത്യയുടെ പ്രഥമ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കോൺഗ്രസ് ഒരു വലിയ കക്ഷിയെ നിലകൊള്ളുമ്പോൾ എതിരാളികൾ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി അഥവാ CPI, ഭാരതീയ ജനസംഘ്, കിസാൻ മസ്ദൂർ പാർട്ടി തുടങ്ങിയവരായിരുന്നു.